നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. യാത്ര പോകുന്നത് എങ്ങോട്ടാണല്ലേ? നമ്മളിന്ന് ഇലവീഴ പൂഞ്ചിറയിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരുന്നു. ഒരു ദിവസം ഇപ്പോൾ നമ്മൾ സമയം ഉച്ച കഴിഞ്ഞു, 2 മണി കഴിഞ്ഞിരിക്കുന്ന സമയം. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്താണ് ചുമ്മാ ഒരു 1 ഡേ ട്രിപ്പ് എങ്ങോട്ടേലും ഒന്ന് പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ തന്നെയല്ല പോകുന്നത്, എൻ്റെ കൂടെ ദയാൽജിയുണ്ട്, ബിജോ ചേട്ടനുണ്ട്, വെൽസേട്ടനുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരോടെയാണ് പോകുന്നത്. ദയാൽജിയാണ് ഇന്നത്തെ സാരഥി. ആ നിൽക്കുന്ന പേരും പേടിക്കേണ്ട, വയറാണ് നല്ല നിൽക്കുന്നത്. ആൾ പ്രഗ്നൻ്റ് ഒന്നുമല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോവുകയാണ്. ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകാനായിട്ട് നമ്മളിതിപ്പോൾ മേലുകാവ് കഴിഞ്ഞു. മേലുകാവ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കണ്ടോ, അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ്. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഇതിലൂടെ ഒന്ന് വന്നായിരുന്നു. അന്നത്തെ വഴി എന്ന് പറഞ്ഞാൽ ഒരു കല്ലേന്ന് വേറൊരു കല്ലിലോട്ട് ചാടുന്ന പോലെയായിരുന്നു, മൊത്തം തകർന്ന് കിടക്കുമായിരുന്നു. ഇപ്പം എന്നാലും റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മറ്റേ ഇലവീഴ പൂഞ്ചിറയുള്ളത്. ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ടോ, അവിടെയാണ്. അവിടെ ബോർഡൊന്നും വെച്ചിട്ടില്ല, പക്ഷെ അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് പൂഞ്ചിറയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോഴേ കയറുന്നുള്ളൂ. നമ്മളിപ്പോൾ നേരെ വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ആ സ്കൈ ഉണ്ട്, എന്താ രസം നോക്കിയാൽ, മേഘങ്ങൾ ഇങ്ങനെ ചെതറി കിടക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു മുകളിലേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് മുകളിലേക്ക് പോകാമായിരിക്കും. മുകളിലോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഒതുക്കാം. അപ്പോൾ ഇവിടെ വണ്ടി ഇടാനുള്ള സ്ഥലങ്ങളുണ്ട്. ഈ താഴോട്ട് കിടക്കുന്ന വഴി കാഞ്ഞാറിന് പോകുന്നതാണ്. അതിലൂടെ ഇങ്ങോട്ട് കയറി വരാം. നമ്മളിപ്പോൾ മേലുകാവ് വഴിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഈ വഴി കൂടെയാണ് മുകളിലേക്ക് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വണ്ടി എല്ലാം പാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് തിരിച്ച് നമുക്ക് നടന്ന് കയറി പോകണം. ഇതുണ്ട്, ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ട്, ആ ബോർഡാണ്. അപ്പോൾ ഇതുവഴിയാണ് നടന്ന് നമ്മളിനി മുകളിലേക്ക് കയറി പോകാനുള്ളത്. ഇതുവഴി നടന്ന് ആ കാണുന്ന വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ ഒരു കടയുണ്ട്, ഒരു സാധനമുണ്ട്. അപ്പോൾ അതിലൂടെ ഇറങ്ങിയിട്ട് വേണം നമുക്കിനി വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട്. ഇവിടെ 2 അണ്ണന്മാരെന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് നടക്കാം, മുകളിലേക്ക് നടക്കാം. അത് സാരമില്ല, ആണെങ്കിലും കുഴപ്പമില്ല. 8 മാസം പ്രസവത്തിന് നല്ല നടന്നു പോകുന്നത്. വാ, വയറ് നന്നായിക്കോളും. അത് കുഴപ്പമില്ല, അവിടെ ചെല്ലുമ്പോഴത്തേനും റെഡി ആയിക്കോളും. വാ. അതെ അതെ, തിരിച്ചു വരുമ്പോഴത്തേക്കും പകുതി ആയിക്കോളും. അപ്പോൾ നമ്മളിതാ ഈ വഴി കൂടെ നടന്നു വേണം മുകളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണിച്ചില്ല. ഇതുണ്ടോ, ആ സ്കൈ നിൽക്കുന്നുണ്ട്, എന്താ അടിപൊളി ലുക്കാന്ന് നോക്കിയാൽ. സ്കൈ ഉണ്ടോ? അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് കയറി പോകുന്ന വ്യൂ പോയിന്റിലേക്ക് കയറി പോകുന്ന ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ചേട്ടന്മാരൊക്കെ ഇവിടെ ജീപ്പ് ഓടിക്കുന്ന ചേട്ടന്മാരാണ്. ഇതുണ്ട്, ഈ ജീപ്പ്, ഇത്തരത്തിലുള്ള ജീപ്പുകളാണ് മുകളിലേക്ക് വ്യൂ പോയിന്റിലേക്ക് കയറി പോകുന്നത്. ഇവിടുന്ന് എങ്ങനെയാണ് കേട്ടോ മുകളിലേക്ക് കയറി പോകുന്ന ചാർജ് എങ്ങനെയാണ്? 500 രൂപയോ? ഇവിടുന്ന് മുകളിൽ വരെ ചെന്നാൽ അവിടെ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളത്? കാഴ്ചകൾ ടോപ്പ് നമുക്ക് മറ്റേ വയൽ സ്റ്റേഷനാണ്. വയൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലവീഴ പൂഞ്ചിറ സിനിമ പിടിച്ച ലൊക്കേഷനാണ്. ഇവിടെ സൗബിൻ്റെ സിനിമ പിടിച്ച ആ ഓഫീസ് സംഭവം എല്ലാം അവരുടെ പഴയ വയൽ സ്റ്റേഷനായിരുന്നു. അതാണ് ആ സിനിമയ്ക്കകത്തുള്ളത്. അവിടെ നിൽക്കുമ്പോൾ 3200 അടി 3200 അടി ഹൈറ്റാണ്. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മൂലമറ്റ പവർ സ്റ്റേഷനിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് പോകുന്ന വെള്ളം മലങ്കര ഡാം വരെ നമുക്ക് ഒറ്റ വ്യൂവിൽ കാണാൻ പറ്റും. പിന്നെ അങ്ങനെ അപ്പുറത്തേക്ക് എറണാകുളം മറൈൻ ഡ്രൈവ്, അതൊക്കെ വൈകിട്ടാണ് സൺസെറ്റ് ഉള്ള സമയത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓടയൊന്നും ഇറങ്ങാത്ത സമയത്താണ് ക്ലിയർ ആയിട്ട് കാണാം. ഓടയൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കാണാൻ വ്യൂ കുറേ കാണാം. ഇത് സത്യം പറഞ്ഞാൽ ഇടുക്കി കോട്ടയം അതിർത്തിയാണ്. ഈ മലയുടെ അപ്പുറത്തേക്ക് ഇടുക്കിയും ഇപ്പുറം വശത്തേക്ക് കോട്ടയം. അപ്പുറം വശത്തേക്കുള്ള കാര്യങ്ങളിപ്പം പറഞ്ഞ ഇത്ര കാണാം. ഇനി അപ്പുറം വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ തണ്ണീർമുക്കം, വണ്ട്, കുമരകം കായൽ, പിന്നെ പാലാ ടൗണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം ആ ഒരു പ്രദേശം ഒരു നമുക്ക് നോക്കത്ത ദൂരത്തേക്ക് ഉള്ള കൃത്യം വ്യൂ. അത് ഇവിടെ നോക്കിയാൽ അടുത്ത വ്യൂ പോയിന്റ് ആയ മേലാവില അങ്ങോട്ട് നോക്കിയോ, അതാ അവിടെ നമുക്ക് മൂന്നാർ ആനമുടിയുടെ ഭാഗം വരെ നമുക്ക് ഇവിടുന്ന് കാണാം. നല്ല ക്ലിയർ ആണെങ്കിൽ മൂന്നാർ ആനമുടി ആ ഹിൽ സ്റ്റേഷനെല്ലാം ഇടുക്കി ഡാം ഇതിന് 5 മലയ്ക്ക് അപ്പുറത്താണ്. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം. ഇതാ മലയ്ക്ക് ഉള്ളിൽ കൂടെ പെൻ സ്റ്റോക്ക് വരുന്നത്.
മൂലമറ്റം പവർ സ്റ്റേഷനിലേക്ക്. പിന്നെ ഈ സ്ഥലത്തിന് പേര് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഐതിഹ്യം പറയുവാണെങ്കിൽ പണ്ട് പഞ്ചപാണ്ഡവർ ലോകം ചുറ്റി ഈ വഴി വന്നപ്പോൾ ഇവിടെ വണ്ടേ തങ്ങി എന്നാണ് പറയുന്നത്. അപ്പം ഈ 5 പാണ്ഡവരും കൂടി പാഞ്ചാലിക്ക് വിളിക്കാൻ നിർമ്മിച്ചതാണ് താഴത്തെ ചിറ. അപ്പോൾ ഈ ചിറയുടെ കരയിൽ ഒരു മരം ഉണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും ത്രൂ ഔട്ട് കാറ്റുണ്ട്. ഈ കാറ്റത്ത് ഈ മരത്തിന്റെ ഇല മൊത്തം ഈ കാറ്റത്ത് പോവും. ഈ ഇലയെക്കാളും വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പം ഈ പൂവ് മാത്രം വന്ന് ഈ വെള്ളത്തിൽ വീഴും ചിറയിൽ. അപ്പം ഇല വീഴത്തുമില്ല. അപ്പം ഈ പൂവ് മാത്രം വന്ന് വീഴുന്നതാണ് ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണം എന്നാണ്. ഇല വീഴ പൂഞ്ചിറ. അതിപ്പോൾ ചെന്ന് നിങ്ങൾ ആ ചിറ നോക്കിയാലും അതിനകത്ത് ഒരു ഇല പോലും ഇല്ല. ക്ലീനാണ് ഫുൾ. അത് ആരും ക്ലീൻ ചെയ്യുന്നതല്ല. അതിപ്പം തൊട്ടടുത്തും സൈഡുകളെല്ലാം മരങ്ങളും കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരാൾ പോലും എന്തായാലും അതിനകത്ത് വീഴുന്നില്ല. ഇത്രയും മലയുടെ മേളിൽ അത്രയും വെള്ളം സ്റ്റോർ ചെയ്യാൻ പറഞ്ഞാൽ വലിയ അത്ഭുതമല്ലേ. താഴെ മേലുകാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലുകാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയുടെ കഥ പറയുമ്പോൾ സിനിമയിലെ ആ മേലുകാവ് ബാർബർ ബാലിന്റെ അവിടെ വെള്ളം ക്ഷാമമാണ്. ഇവിടുന്ന് ഓസിട്ടാണ് വെള്ളം അങ്ങോട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ബോട്ടിങ്ങിനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോ ബോട്ടിങ്ങിനായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നേരെ അമൃത് സരോവർ എന്ന് പറഞ്ഞാൽ നേരെ പഞ്ചായത്ത് ഏറ്റെടുത്തു. അപ്പോൾ 200 അതിനും ടോപ്പിലുണ്ട്. അപ്പോൾ അത്രയും കുടുംബങ്ങൾക്കുള്ള കുടിവെള്ളമായിട്ട് മാറ്റിയെടുത്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് കുറച്ച് നടന്ന് കയറി പോകാനുണ്ട്. അപ്പോൾ നടന്ന് കയറി പോകാനായിട്ടുള്ളപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവരോട് പറഞ്ഞാൽ മതി. ഇവരോടൊന്ന് മുകളിൽ ചെറിയ എമൗണ്ടിൽ എത്ര രൂപ ചേട്ടാ? 500 രൂപയേ ഉള്ളൂ മുകളിലേക്ക്. കാഴ്ച കണ്ടു പോകേണ്ട സ്ഥലം. പിന്നെ ഇവിടെ റിസോർട്ടുകളുണ്ട്. അത് DTPCയുടെ ഗവൺമെന്റ് അംഗീകൃത റിസോർട്ടാണ്. പിന്നെ പ്രൈവറ്റ് ആയുള്ള റിസോർട്ടുകളുണ്ട്. അതിനൊക്കെ എന്താ പറയാ, ഡോർമെട്രി ആയിട്ടും റൂംസ് ആയിട്ടും. ദുൽഖർ സൽമാന്റെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയുടെ ക്ലൈമാക്സ് എടുത്ത കെട്ടിടം അത്. ഓ അത് ശരി, ഇവിടെയാണല്ലേ? അതെ, മുകളിൽ കണ്ട അവിടെ ഒരു കെട്ടിടം കാണുന്നുണ്ട്. നമ്മളെ കഥ പറഞ്ഞ സംഭവം അതാണ്. 1700 സംതിങ് ആണെന്ന് തോന്നുന്നു റേറ്റ് വരുന്നത്. ഫുഡിന്റെ സെപ്പറേറ്റ് വരും. പിന്നെ കോട്ടയായിട്ട് എടുക്കുന്നവർക്ക് അതിനേക്കാളും കൂടി വരും. 3000 4000 ആ സംതിങ് വരും. ഫുഡിന്റെ സെപ്പറേറ്റ് വരും. അങ്ങനെയാണ് ഡെയിലി വാടക. ഇവിടെ ഇപ്പൊ ഒരു മഴ കഴിഞ്ഞിട്ടുള്ളൊരു സീനാണ്. ആ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഇടുക്കി ഡാമിന്റെ മലകളൊക്കെ ആ പോകുന്ന മലകളെല്ലാം ഇടുക്കി ഡാമിന്റെ ഭാഗമാണ്. ഇവിടെ എന്തായാലും ഇപ്പൊ ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ചിങ് ആണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചെറിയ ചാറ്റൽ മഴ, കോട, അല്ലെങ്കിൽ കോട തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ കോട കെട്ടിക്കിടക്കും. അപ്പൊ ഇതൊന്നും ഈ വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ? നമ്മളിപ്പം താഴേന്ന് വന്ന് ഇപ്പം എന്താ പറയാ വരുന്ന സഞ്ചാരികളോട് ഇപ്പം മേളത്തെ എങ്ങനെയായിട്ടാ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നും ഉറപ്പ് പറയാൻ പറ്റാത്തൊരു എന്താ പറയാ. മോള് ചെല്ലുമ്പോഴത്തേക്കും കാലാവസ്ഥ മാറും അല്ലേ? കാലാവസ്ഥ എപ്പോഴും ചേഞ്ച് ചെയ്യാം. ഇപ്പൊ കണ്ടിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ താഴെ ഇറങ്ങിയിട്ട് കയറി വരുമ്പോ ഈ ക്ലൈമറ്റ് ആയിരിക്കത്തില്ല ഇവിടെ. കോട ഉണ്ടാവും, നല്ല വ്യൂ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരുടെ ഭാഗ്യത്തിന് അങ്ങനെ നമുക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നല്ലോ. നമ്മൾ മഴയില്ലാതെ ഒന്നുമില്ലായിരുന്നു. കോടയും ഇതെല്ലാം കാണാൻ പറ്റും. കോട കാണാൻ പറ്റുള്ളൂ. ചിലവർക്ക് ഇവിടെ വരുമ്പോൾ തന്നെ ചിലപ്പോ കോട ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് പക്ക വെയിലായിരിക്കും. അപ്പൊ അവരെ പറ്റിച്ച ഒരു രീതിയായി പോകുന്നുണ്ട്. പക്ഷെ പറ്റിക്കുന്നതല്ല. ഇപ്പൊ കാലാവസ്ഥ എപ്പോഴും ചേഞ്ചാ. കാലാവസ്ഥ എപ്പോഴും ചേഞ്ചാ ഇവിടെ. ഇവിടെ വേറെ മുനിയറ എന്തോ താഴെ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ സംഭവം? ഗുഹ എന്ന് പറഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞ വർഷങ്ങൾ AD ഒക്കെ വന്ന് ആ സമയത്ത് മുനിമാര് തപസ്സിരുന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യം. ഗുഹയാണോ അത്? ഗുഹയാണ്. 2 ഗുഹയുണ്ട്. അപ്പൊ ഇത് ജോയിന്റ് ആയിരുന്നു. അപ്പൊ നടുക്കുന്ന ഗുഹയുടെ ഇടിഞ്ഞുപോയി. താഴത്ത് പോയിക്കകത്ത് എന്തായാലും കയറാൻ പറ്റത്തില്ല. അവിടെ വെള്ളം ഒഴുകിയും മണ്ണും കാര്യങ്ങളെല്ലാം വന്ന് അടഞ്ഞുപോയി. മേളത്ത് പോയിക്കകത്ത് കയറാം. ഇവിടുന്ന് ഒരു ശകലം ഒരു 2-3 അടി നമ്മള് ജസ്റ്റ് ഒന്ന് താന്നിരുന്ന് കുഴിച്ച് കയറി പോകണം. അത് കഴിഞ്ഞ് ഗുഹയ്ക്കകത്ത് നേരെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ അവിടെ പോയി ഗുഹ കാണാറുണ്ടോ? ഉണ്ടല്ലേ? എല്ലാരും ഇല്ല, പലരും. നമ്മൾ അങ്ങോട്ട് ഓട്ടം പോകുന്നുണ്ടോ? ഉണ്ടല്ലേ? അവിടെ കൂടെ ആകുമ്പോ ഇവിടുന്ന് 5 കിലോമീറ്റർ കൂടെ താഴേക്ക് കയറണം. പിന്നെ ഒരു തോടെല്ലാം കാര്യങ്ങളെല്ലാം വെള്ളത്തിൽ കൂടെ ഇറങ്ങി നമ്മൾ കയറി ഓഫ് റോഡ് 5 കിലോമീറ്റർ ഓടി തിരിച്ചുകൊണ്ടാക്കുന്നതാണ് 1000 രൂപ എന്ന് പറയുന്നത്. ഇവിടുന്ന് മുകളിലും കയറി താഴെ ഗുഹയും പോയി കൂടെ കാണുന്നതിന് മൊത്തം റേറ്റ് ആണ് 1000 രൂപ. ഓക്കെ. അപ്പം നമ്മൾ ആ വഴി കൂടെ മുകളിലേക്ക് നടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ അത്യാവശ്യം വണ്ടികളൊക്കെ വേണമെങ്കിൽ കയറ്റിക്കൊണ്ട് പോകാം. ടാർ ചെയ്യാത്തൊരു വഴിയൊക്കെയാണ്. പക്ഷേ എന്നാൽ ചിലപ്പോൾ അടി തട്ടുന്നൊരു പേടി ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളത് വണ്ടി എടുക്കുന്നില്ല എന്ന് വെച്ചു. ഇവിടുന്ന് എന്തായാലും നടന്ന് മുകളിലേക്ക് പോകാമെന്ന് വെച്ചു. ലൈറ്റനിങ് അറസ്റ്റ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ഇടി പിടിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇനിയും കുറേ നടക്കാനുണ്ട്. ആൾക്കാരൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നുണ്ട്. ഈ വഴിക്കൂടെ ചിലപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വരെയൊക്കെ കയറി വരുമായിരുന്നു തോന്നുന്നല്ലേ? മുകളിലേക്ക് കാറും കൊണ്ട് കയറി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്കോർപ്പിയോ ടവേരയൊക്കെ കയറും. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അപ്പുറം ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും? ഏത് ആ കാണണോ? മഞ്ഞിന്റെ അകത്ത് ഏറ്റവും അങ്ങേറ്റത് ആ മഞ്ഞ് കയറി കിടക്കുന്ന കറക്റ്റ് മൂന്നാറാ. ആനച്ചാല് മുതലുള്ള ബിൽഡിങ് നമുക്ക് ഇങ്ങനെ പക്കയായിട്ട് കാണുന്നത്. പിന്നെ ഇങ്ങനെ എറണാകുളം വരെ ഈ സൈഡാ. അത് ഇടുക്കി ഡാമിന്റെ ക്യാച്ച്മെന്റ് കാണുന്ന മൂലമറ്റം പവർ സ്റ്റേഷൻ അത് കാണുന്നത് കണ്ടോ? ആ കാണുന്ന കുന്ന് തുറന്നാണ് പേസ്റ്റോക്ക് പൈപ്പ് വഴി കറണ്ട് എടുക്കാൻ വെള്ളം എടുക്കുന്നത്. ആ വെള്ളം റിട്ടേൺ പോകുന്നതാണ് മലങ്കര ഡാം. അത് ഇവിടെ ചെല്ലുകയാണെങ്കിൽ ഫുൾ വ്യൂ കിട്ടും. മുകളിൽ കയറി നിങ്ങൾക്ക് ഓരോ പോർഷനായിട്ടാണ് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മുകളിലാണ് 3200 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇടുക്കി കോട്ടയം ബോർഡറാണ്. എത്ര ഹൈറ്റ്? ഇപ്പം 3200 അടി ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. അതായത് മൂന്നാറ് നമ്മുടെ സീ ലെവൽ അല്ലേ? സീ ലെവലിൽ നിന്ന് നമ്മുടെ തന്നെ ആനമുടി കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഇതാ. കൊടയത്തൂർ പിന്തലിനാ ശരിക്കും ഓൾറെഡി ഇതിന് പേര്. പിന്നെ ഇലുവാപൂഞ്ചിറ എന്ന് പറയുന്നത് തൊട്ട് താഴെ ഒരു വലിയ കുളം കിടപ്പുണ്ട് അമ്പലത്തിൻ്റെ. അതാണ് ശരി, അതാണ് അല്ലേ സ്ഥലം. ഈ മുകളിൽ കയറി നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റുമോ? ഒരു ഏരിയ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഇടുക്കി ഭാഗം ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അങ്ങ് മലപ്പുറം വരെ ഫുൾ വ്യൂ ആണ്. അപ്പോൾ എന്തായാലും ഇവിടെ 1-2 റിസോർട്ടുകളൊക്കെ ഉണ്ട്. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂ ആണെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട ആ ചേട്ടൻ പറഞ്ഞപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചു. 2 റിസോർട്ടുണ്ട്. ഇവിടെ ഒരു മലയുടെ എൻഡ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കാം. ഇതുണ്ടോ? ഇത് മുമ്പേ ചേട്ടൻ പറഞ്ഞു. എനിക്ക് ക്യാമറയിൽ എന്തുമാത്രം നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല. ആ കാണുന്നുണ്ടോ? അതാണ് മൂലമറ്റം പവർ സ്റ്റേഷനാണെന്നാണ് പറഞ്ഞത്. ആ കാണുന്ന മലയുടെ ഈ കാണുന്ന മല കണ്ടോ? ഇതൊരു മലയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഇടുക്കി ഡാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇടുക്കി ഡാമിൽ നിന്ന് പെൻസ്റ്റോക്ക് പൈപ്പ് വഴി വെള്ളം കൊണ്ടുവന്ന് മൂലമറ്റം പവർ സ്റ്റേഷനിൽ വന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ബാക്കിയുള്ളതിലൂടെ ഇങ്ങനെ താഴോട്ട് മലങ്കര 6 വഴി ഒഴുക്കി വിടുന്നതെന്ന് പറഞ്ഞു. പിന്നെ ആ കാണുന്നുണ്ടോ ആ മല, നടുക്ക് കാണുന്ന മല, അത് ഉളുപ്പുണിയാണെന്നാണ് പറയുന്നത്. ഉളുപ്പുണി. ഇതെല്ലാം ഈ കാണുന്ന ഏരിയ അല്ല, ഇതെല്ലാം ഇടുക്കിയാണ്. മൂന്നാർ ഈ ഭാഗത്ത് എവിടെയാണ്? ഈ ഒരു മല കാണിച്ചിട്ട് ചേട്ടൻ പറഞ്ഞത് എവിടെയാണ് മൂന്നാർ ഏരിയ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അടിപൊളി വ്യൂ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോയി നോക്കാം. അവിടെ ആ മലയുടെ എൻഡിൽ പോയിട്ടുണ്ട് നല്ല കാഴ്ചകൾ കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ പോയി നോക്കാം. ബിജോ ചേട്ടൻ അങ്ങ് പോയോ? ഇത് ബാംബു റിസോർട്ടാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. 10 പേർക്ക് ഇതിനകത്ത് താമസിക്കാം എന്നാണ് പറഞ്ഞത്. മുള കൊണ്ടുണ്ടാക്കിയ ഒരു റിസോർട്ട്. കുഴപ്പമില്ല കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് ഒരു രക്ഷയില്ലാത്ത. എന്നാ രസം. എങ്ങോട്ട് നോക്കിയാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ. വിജയച്ചേട്ടൻ അവിടെ പോയതുകൊണ്ട് ഭയങ്കര ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പൊളി വ്യൂ അല്ലേ? എവിടെ നോക്കിയാലും എങ്ങോട്ട് നോക്കിയാലും കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. എങ്ങോട്ടോ? ഇതിലൂടെ ഇറങ്ങിപ്പോൾ അതിലൂടെ പോകായിരിക്കുമല്ലോ. ഇതിലൂടെ ഒരു വഴി കാണുന്നുണ്ട്, അതിലൂടെ പോകുന്നുണ്ട്. ഇതിലൂടെ പോകായിരിക്കും. പോവാമോ? കറണ്ട് കണക്ഷൻ ഇവിടെ നിന്നോ വരുന്നുണ്ട്. ഇതെന്നെ വല്ല മോട്ടറല്ല വെക്കാൻ പോയത്. ഇതും റിസോർട്ടാണ് കേട്ടോ. താഴെ റിസോർട്ടുണ്ട്. അത് അവിടെ ഇവിടെ റിസോർട്ടുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. എനിക്ക് ആ സ്കൈ ആണ് ഇഷ്ടപ്പെട്ടത്. എന്നാ കളറല്ലേ ആകാശം. വാവ്, പൊളി സാധനം. എവിടെയെങ്കിലും ചെന്ന് ഇതുപോലെ കാണാൻ പറ്റുമോ? സത്യം കേട്ടോ. എന്നാ കിടു വ്യൂ ആന്ന് നോക്കി. അത് ഡാമാണത്. അവിടെ എന്താ ഡാം. അപ്പോൾ പുള്ളി പറഞ്ഞ മലങ്കര ഡാം അതായിരിക്കും അല്ലേ?
കേരളത്തിൽ ഇത്തരം മനോഹരമായ സ്ഥലമുണ്ടെന്ന് നമുക്ക് സത്യം. വാഗമണ്ണിന് അത്രയും പോലും ദൂരമില്ല ശരിക്കും. ആ സ്കൈ ഉണ്ടോ? എനിക്ക് ആ സ്കൈ ആണ് ഇഷ്ടം. ഇവിടെ എന്നെ ഭംഗിയല്ലേ. നമ്മളൊരു ഫോറിൻ രാജ്യത്ത് നിൽക്കുന്ന ആ സത്യം. ശരിക്കും കേരളത്തിൽ ഇത്ര നല്ല മനോഹരമായ സ്ഥലമുണ്ടെന്നേ. ഇതുണ്ട്, ഇവിടെ ഒരു പൂവ് കണ്ടേ. ഇതുണ്ടോ ഈ പൂ? ഇത് കണ്ടേ, ഇതിനകത്ത് എത്ര കളറാന്ന് നോക്കി. ഈ പൂവിനകത്ത് മഞ്ഞ, ചുമല, റോസ്. ഇതെന്താ സാധനം? ഇതെന്താ കാട്ടുചെടിയാണെന്നാ തോന്നുന്നത്. നട്ടു വെച്ചേക്കുന്നൊന്നും അല്ലല്ലേ. ഇതുണ്ടോ, ഇത് നിൽക്കുന്ന പൂ കണ്ടോ? എത്ര കളറാന്ന് നോക്കി ആ പൂവേൽ. കൊള്ളാം, അടിപൊളി. പൂക്കളൊന്നും പറിക്കരുന്നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്ര നല്ല പൂവൊക്കെ കാണുമ്പോൾ ആരായാലും ഒന്ന് പറിക്കില്ല, അതായിരിക്കും. എന്തുമാത്രം ഏരിയ താഴെ കൂടെ കാണാവുന്നതെന്ന് നോക്കി. എന്തായാലും മഞ്ഞും മഴയും ഇല്ലാത്തത് ഭാഗ്യമായി. എത്ര ഏരിയ കാണാൻ പറ്റി. അല്ലെങ്കിൽ ഇവിടെ എല്ലാം മഞ്ഞ് കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളവിടെ തിരിച്ച് നടന്ന് കയറി മുകളിൽ വരെ എത്തി. അത്യാവശ്യം നല്ല കയറ്റമായിരുന്നു. നടന്ന് മടുത്തു കേട്ടോ. ഇപ്പോൾ ഇവിടെ പോയി ഇവിടെ ഒരു കടയുണ്ടോ, ചേട്ടൻ്റെ അടുത്ത് ചായ ഉണ്ടോ എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഫെലിക്സ് ചേട്ടനും ബിജോ ചേട്ടനും പോകുന്നുണ്ട്. നമുക്ക് ചായ ഉണ്ടോ എന്ന് നോക്കാം. എല്ലാം തീർന്നു. എല്ലാം കിട്ടും. ചായ, കാപ്പി, ഓംലെറ്റ്. ഇങ്ങനെയോടെ നിൽക്കുന്നത് കണ്ടത് എനിക്ക് തോന്നി അതൊക്കെ തീരുന്നു. ഇതായിരുന്നു ഇവിടെ നിന്ന് പരിപാടിയല്ലേ? ഇരിക്കുന്നുണ്ടോ? എന്നാ സിരിപ്പ്, എവളോ അഴക്. ആഹാ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളുടെ പ്രൈവറ്റ് വാഹനങ്ങൾ, വണ്ടികൾ എവിടെ വന്നാലും ഇവിടെ കൊണ്ട് നിർത്തണം. ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാനായിട്ട് ഇവിടെ ഒരു പെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും കൊണ്ടുവന്നിട്ട് വഴി കൂടെ അതിലൂടെ ഇതെല്ലാം വലിച്ചെറിയും. നമ്മളെപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ, ഒന്നാമത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകൾ നമ്മൾ കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പ്ലാസ്റ്റിക് പോലത്തെ എന്ത് സാധനം കൊണ്ടുവന്നാലും അത് നമ്മൾ വഴിയിൽ കണ്ടെടുത്ത് വലിച്ചെറിയാതെ അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ബിന്നുകളിലോ മാത്രം അത് കൊണ്ടിടുക. നമ്മളെപ്പോഴും ഒരു റെസ്പോൺസിബിൾ ട്രാവലർ ആകാൻ ശ്രമിക്കുക. ഇവിടെ വരെ എന്തായാലും നമ്മൾക്കിടെ വണ്ടിയും കൊണ്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. അതിന് മുകളിലോട്ട് ബൈക്ക് ചെറിയ കാർ വരാം. അവിടെ വണ്ടി കാരണം കിടപ്പുണ്ടല്ലോ. ഇതിപ്പം എനിക്കൊന്ന് താഴെ നമ്മൾ മുമ്പേ കണ്ടില്ലായിരുന്നു ട്രിപ്പ് പോകുന്ന ജീപ്പുകൾ. ഇവിടുന്ന് മണ്ട വരെ കാഴ്ചകൾ കാണാൻ വേണ്ടി യാത്രക്കാരെ കൊണ്ട് കൊണ്ടുപോയിട്ട് വരുന്ന ജീപ്പുകളാണ്. ഇത്തരം ജീപ്പുകൾ ഇതുവഴി കയറിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് വാഗണാറില്ല താഴെ ഇരിക്കുന്നത്. പക്ഷെ അത് അടിയിടിച്ചാണ് വന്നത്. ഇടിച്ചാണോ വന്നത്? നമ്മുടെ വണ്ടി കൊണ്ടുവന്നായിരുന്ന പണി കിട്ടിയാനായിരുന്നു. I-20 പോലുള്ള വാഹനം ഒരിക്കലും കൊണ്ടുവരരുത്. ബൈക്ക് എല്ലാവരും കയറി വരുന്നുണ്ട്. ബൈക്ക് ഇവിടം വരെ. എന്തായാലും ബൈക്ക് ഇതിനപ്പുറത്തേക്ക് ഒന്നും പോകാൻ പറ്റത്തില്ല. ബൈക്ക് വന്നാൽ ഇവിടെ വരെ വരത്തുള്ളൂ. ഇതിനപ്പുറമാണ് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനൊക്കെ. ഇവിടെ എഴുതി ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരെ കയറി പോകുന്നുണ്ട്. ഇതിലൂടെ നമ്മളങ്ങോട്ട് നടന്ന് വേണം കയറി പോകാനായിട്ട്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നടന്ന് മടുത്താണല്ലോ കയറി വരുന്നത്. അപ്പോൾ അത്യാവശ്യം നാരങ്ങ വെള്ളം, ചായ, ഓംലെറ്റൊക്കെ വേണമെങ്കിൽ ഇവിടെ കിട്ടും. ഈ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ രണ്ടെണ്ണമാർ. എൻ്റെ ചായ എന്തി? വേറെ മൈ കാപ്പി? അത് നാരങ്ങ വെള്ളമുണ്ട്, കട്ടൻ കാപ്പിയുണ്ട്, ഓംലെറ്റ് ഉണ്ട്. അതെ ഓംലെറ്റ് ഉണ്ട്, ബ്രെഡ് ഓംലെറ്റ് കിട്ടും, സ്പ്രൈറ്റ് അങ്ങനെയുള്ള കുടിവെള്ളങ്ങളെല്ലാം കിട്ടും. ഉണ്ട്. നടന്ന് മടുത്ത് കയറി വരുമ്പോൾ ഈ തണുപ്പത്ത് ഇങ്ങനെ ഒരു കട്ടൻ കാപ്പി കിട്ടുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ മേളിൽ പോകുന്നില്ല. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് അനീഷ്. അനീഷ്. ഇവിടെ എത്ര ആളായി കടയൊക്കെ തുടങ്ങിയിട്ട്? കടയൊക്കെ 8-10 കൊല്ലം മുകളിലായി. അതെ അല്ലേ? അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ആൾക്കാർ വരുന്നുണ്ടോ? അത്യാവശ്യം ഇപ്പോഴാണ് വഴി കയറി വന്നത്. വഴി കയറി വന്നപ്പോൾ അതിൻ്റെതായ രീതിയിൽ ആൾക്കാർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പിന്നെ ആൾക്കാർ
സ്ഥലം അറിയാൻ തുടങ്ങി. പിന്നെ ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങി. അതിനുശേഷമാണ് കൂടുതലും ആൾക്കാരൊക്കെ പൊതുവെ അറിഞ്ഞു വരുന്നത്. ആ പടത്തിന് ഷൂട്ട് ഇവിടെ തന്നെ ആയിരുന്നു ഫുള്ള് 45 ദിവസം ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ? മുകളില് സവിക്കൊക്കെ നമ്മുടെ ഈ കടയിൽ കട്ടൻ ചായ കൂടിയും പരിപാടിയൊക്കെ ആയിട്ടിരുന്ന അതല്ലേ? എന്റെ വണ്ടി ഓടിക്കൊണ്ടിരുന്നതായിരുന്നു അവർക്ക് ആവശ്യത്തിന്. ഞങ്ങൾ റിസോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന റിസോർട്ട് ഉണ്ട് ഇവിടെ. നമ്പർ കോൺടാക്ട് നമ്പർ ഈ താഴെ കണ്ട റിസോർട്ട് അത് തന്നെ നിങ്ങൾ പോയി കണ്ട വ്യൂ ഇല്ലേ? അതല്ല നമ്മുടെ തന്നെ. അപ്പൊ നമ്മളിപ്പോ താഴെ പോയി കണ്ട നമ്മൾ പോയ വഴിക്ക് 2 റിസോർട്ട് കണ്ടില്ലായിരുന്നു. അപ്പൊ ആ താഴോട്ട് എല്ലാ സെറ്റപ്പും ഉണ്ട്. ആ താഴോട്ട് പോയപ്പോ നമ്മൾ കണ്ട റിസോർട്ടൊക്കെ പിടിച്ചു പറഞ്ഞാൽ മതി. അത് പറയും. പിന്നെ ഇതേ കാണുന്ന മുണ്ടക്കയം ഭാഗമൊക്കെ ഇതേ കാണുന്ന കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയൊക്കെ മുകളിൽ കയറി ഞാൻ വ്യൂ കാണിച്ചു തരാം. നിങ്ങൾ എന്നിട്ട് കയറി ചെല്ലുമ്പോൾ എടുത്താൽ മതി. തിരിച്ചു പോകുമ്പോൾ കല്ലേ കയറണം. തിരിച്ചു പോകുമ്പോൾ പാറ കണ്ടോ? ആ പാറ കയറിയിട്ട് അതിൻ്റെ എൻ്റെ വന്നിട്ട് അങ്ങോട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ എക്കോ പോയിന്റ് ആണ്. ആ ഒരു വള്ളം പോലെ ഇരിക്കുന്ന ഒരു കല്ലാണ്. അതൊന്നും ഒരുമാതിരിട്ടവർക്ക് അറിയത്തില്ല. ഓ ശരി. ആ കിടക്കുന്ന ആലപ്പുഴ മറൈൻ ഡ്രൈവ് ഏരിയ അതേ കാണുന്നത്. ആ ആലപ്പുഴ ഭാഗം നേരെ കാണുന്ന വെള്ളം കിടക്കുന്നുണ്ടോ? കായലാ കിടക്കുന്നത്. അതിന്റെ അപ്പുറത്തോട്ട് കടല്. ഓ ശരി. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ കാണാൻ പറ്റും. വ്യൂ ആയിട്ട് കിട്ടും. അങ്ങേറ്റ ലൈൻ പോലെ വെള്ളം കിടക്കുന്നുണ്ട്. ശരിക്കും ആലപ്പുഴ ഭാഗമാണ് കാണുന്നത്. അത് കടലും കായലും നമുക്ക് തിരിച്ചറിയാം. ശരിക്കും ഏതാ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് തിരയടിക്കുന്നത്. നമുക്ക് 3200 ഹൈറ്റിൽ നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര ഏരിയ കാണുന്നത്. ടോപ്പിൽ കയറണം. ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുന്നിൻ്റെ ഷെയ്ഡ് ഇച്ചിരി പൊങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് പാലാ കോട്ടയം കാണാത്തത്. ഇല്ല നേരെ സൈറ്റ് പാലാ കോട്ടയം മുതലിങ്ങനെ ഫുൾ വ്യൂ. ചേട്ടാ ഇത് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാം. ഇപ്പം നിങ്ങൾ ചെന്നപ്പോൾ കണ്ടില്ലേ തൊഴിലോട്ടമാണ്? ആ മലങ്കര അതിൻ്റെ അപ്പുറം തൊഴിലോട്ടമാണ്. ആണ് ഏരിയ. മുകളിലേക്ക് കയറി പോകുന്നത് നല്ല സെറ്റ്. അവിടെയാണ് ആ കാണുന്ന അവിടെ ഒരു ലൈൻ പോലെ കാണുന്നുണ്ട്. അത് കായലാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നമുക്ക് ഇവിടുന്ന് ക്യാമറയ്ക്കൂടെ എന്തുമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല. എന്നാലും അവിടെ ചെറിയ ലൈൻ പോലെ കാണാം. അതാണ് കായൽ എന്ന് പറഞ്ഞത്. ഇതിനപ്പുറം പിന്നെ ഈ മലയുടെ അപ്പുറം കോട്ടയം പാലൊക്കെ ഇവിടെ വന്നാൽ കാണാനാണ്. ഇപ്പോൾ ഈ മല കാണുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റത്തില്ല. ടോപ്പിൽ ആ വ്യൂവിൽ അവിടെ കയറുന്ന ഇത് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പിലേക്കൊന്ന് നടന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. പകുതി വഴി എത്തുകയുള്ളൂ. പകുതി വഴി ഇവിടെ എത്തിയപ്പോൾ തന്നെ താഴെ നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന കുളത്തിൻ്റെ വ്യൂ ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചുമ്മാ ഒന്ന് സൈഡിലേക്ക് നീങ്ങി നിന്നാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മൾ കയറി വന്ന വഴിയാണ് കാണുന്നത്. നമ്മൾ താഴെക്കടെയാണ് കയറി വന്നത്. ആ കാണുന്നത് അതാണ് കുളം എന്ന് പറയാം. നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്ന വഴി. പാലാകോട്ടയൊക്കെ ഈ ഭാഗത്താണ് നടന്നത്. വയർലെസ് സ്റ്റേഷനിലേക്കുള്ള വഴിയാണിത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ്. ഇതിലൂടെ നമ്മളിപ്പോൾ കയറി പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. മഴക്കാലത്ത് ചിലപ്പോൾ ഇതിലൂടെ നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. കല്ലൊക്കെ ചിലപ്പോൾ തെന്നാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് മഴയൊന്നുമില്ല. ശരിക്കും ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു മഴ പെയ്താൽ ഇവിടെയൊക്കെ പെട്ടെന്ന് കോട ഇറങ്ങുമായിരിക്കും. അപ്പോൾ അങ്ങനെ മഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ 2 സൈഡും മഞ്ഞ് നിൽക്കുന്നൊന്ന് ആലോചിച്ച് നോക്കി. മൊത്തം വെള്ള കളറിലായിരിക്കും. ഒന്നും കാണാൻ പറ്റില്ല. ആ പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയല്ലേ, ആ പുല്ലുകൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. താഴെ ആ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് 2 ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റത്തില്ല. ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമയിൽ കാണിക്കുന്ന വയർലെസ് സ്റ്റേഷനാണ് ഇത്. ഇവിടെ ആയിരുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് ആണെന്ന്. ജനറേറ്റർ റൂമായിട്ട് കാണിച്ചിരുന്ന ഇതായിരുന്നു. ഇത് പഴയ ജനറേറ്റർ, ഇത് പഴയ വയർലെസ് സ്റ്റേഷൻ തന്നെയാണ് ഒറിജിനലി. ഇപ്പോൾ താഴോട്ട് മാറ്റി പുതിയ പണിതാണ്. അപ്പോൾ ഇതിവിടെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്നതാണ്. 2 അണ്ണന്മാരവിടെ ഒന്ന് ഫോട്ടോ എടുത്ത് തകർക്കുന്നത് കൊള്ളാമല്ലേ? സംഭവം ഫോട്ടോജനിക്ക്. ഇത് ഫ്രെയിം വരുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്.
അപ്പോൾ ഇതാണ് ആ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ. ഇതങ്ങ് താഴെ മലങ്കര ഡാം നമുക്ക് കാണാം, വെള്ളം കെട്ടി കിടക്കുന്നത് കാണാം, ടൗൺ ഏരിയ കുറേ സ്ഥലങ്ങൾ കാണാം. അത് ഏതൊക്കെയാണെന്നൊന്നും നമുക്ക് ഇവിടെ വന്നാൽ കൃത്യം അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഒരുപാട് ഏരിയ ഉണ്ട്, പല പല ടൗണുകൾ അതിൻ്റെ ഇടയ്ക്കുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. പുല്ലിൻ്റെ കളർ കണ്ടോ, എന്താ രസമല്ലേ. ശരിക്കും ഈ വയർലെസ് സ്റ്റേഷൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തന്നെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുതിയ കെട്ടിടം വന്നപ്പോൾ അങ്ങോട്ട് മാറ്റിയതാണ്. ഇതൊരു കാറ്റാടി മറിഞ്ഞ് കിടപ്പുണ്ട്. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണോ, മറ്റേ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടതിനകത്തുണ്ടായിരുന്നതാണോ എന്നറിയില്ല. ചിലപ്പോൾ സെറ്റ് ഇട്ടതിനുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ താഴെ കാണുന്ന ആ അപ്പുറേ മലയുടെയൊക്കെ അപ്പുറേ കാണുന്ന കോട്ടയം പാല ഭാഗങ്ങളാണെന്നാണ് പറയുന്നത്. താഴെയുള്ള ആ വഴി കൂടെയാണ് നമ്മളിപ്പോൾ കയറി ഇങ്ങോട്ട് വന്നത്, പുതിയ വഴി. ശരിക്കും നമ്മൾ ഈ നിൽക്കുന്ന മലയുടെ വലതുവശം, അതായത് ഈ വെള്ളമൊക്കെ ഒഴുകുന്ന ഈ ഭാഗം തൊടുപുഴ ഇടുക്കി ഭാഗങ്ങളും, നമ്മുടെ ഇടതുവശത്ത് അപ്പുറത്തെ സൈഡ് കാണുന്നതൊക്കെ കോട്ടയം പാല സൈഡുമാണെന്നാണ് പറഞ്ഞത്. ഈ മല ശരിക്കും ഒരു അതിർത്തിയായിട്ടാണ് നിൽക്കുന്നതെന്നാണ് താഴെ നിന്നുള്ള ചേട്ടന്മാർ പറഞ്ഞത്. മൂന്നാർ വരെ ഇവിടെ വന്നാൽ കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. 3200 അടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത്രയും ഹൈറ്റിൽ ഈ തണുത്ത കാറ്റൊക്കെ കൊണ്ട് നിൽക്കുന്ന ഫീലൊന്ന് ആലോചിച്ച് നോക്കി. ഒട്ടും പൊല്യൂട്ടഡ് അല്ലാത്ത എയർ. ഇവിടെ സത്യം പറഞ്ഞാൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് തിരിച്ചിറങ്ങി പോകാൻ തോന്നത്തില്ല. അത്രയ്ക്ക് നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഒന്ന് ഫോട്ടോ എടുക്കാൻ ഏറ്റവും സൂപ്പർ സ്ഥലം, പിന്നെ തണുത്ത കാറ്റും ആ ചുറ്റുമുള്ള കാഴ്ചകൾ കൂടി കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അപ്പോൾ എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടു. നമ്മളിപ്പോൾ തിരിച്ച് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങോട്ട് കയറി വരാൻ ഉള്ള അത്രയും പാടില്ല, താഴേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് ചെല്ലും. തിരിച്ച് കയറ്റം കയറാനാണല്ലോ പാടുകൂടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്ക് പോകാം. ചേട്ടനാണ് അതിന്റെ മുന്നിൽ നിൽക്കുന്നത്. പൂക്കളിട്ട ഷർട്ട്, ഇലകളും പൂക്കളുമുള്ള. അതെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ ഇലവീഴ പൂഞ്ചിറ. ശരി, അതുകൊണ്ടാണോ? അതുകൊണ്ട് നല്ല തെരഞ്ഞെടുത്തത് അദ്ദേഹം പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അനുയോജ്യമായുള്ള രീതിയിൽ ഇല വീഴില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇലയുള്ള ഷർട്ട് ഇട്ടോണ്ട് വന്നിരിക്കും. അതെ, നമ്മൾ എവിടെ പോയാലും ആ പ്രകൃതിക്ക് ഇതായിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഡ്രസ്സ് ചെയ്യുള്ളൂ, ഭക്ഷണം കഴിക്കുള്ളൂ. അല്ല, അങ്ങോട്ട് കയറാണ്ട് വഴി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നോ കയറാന്നോ കണ്ട് പറഞ്ഞായിരുന്നല്ലോ. എവിടെ? അതിപ്പോ ഇനി തിരിച്ചു പോകാൻ പറഞ്ഞ ഇടിയാ. നമുക്കൊന്ന് ശ്രമിക്കാം. വഴി കയറാം അല്ലേ, ഇങ്ങനെ കയറാം, അതുവഴി കയറാം. വഴി ഉണ്ടായത് നിങ്ങളുടെ ഭാഗ്യം. കാട്ടുപട്ടിയോ? ഇതാണ് കാട്ടുപട്ടിയോ? ഓടിക്കോ. ഇവിടെ ഒരു എക്കോ പോയിന്റ് ഉണ്ടെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അത് നമുക്ക് നോക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. ഈ പാറ കയറി എന്ന് കൂവിയാൽ നമുക്ക് തിരിച്ച് കേൾക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ആർക്കും അറിയത്തില്ലെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത് ഇവിടെ എക്കോ പോയിന്റ് ഉണ്ടോ എന്നുള്ള കാര്യം. നമുക്കെന്തായാലും ഒന്ന് കയറി നിന്നിട്ട് കൂവി നോക്കാം. അപ്പുറത്തെ മലയിൽ തട്ടി പ്രതിഫലിക്കുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇവിടെ താഴെ നിന്ന് കുളം കാണാമല്ലോ, അതാണ് പൂഞ്ചിറ. നമ്മൾ കയറി വന്ന വഴിയാണത്. അപ്പോൾ ഇവിടെ ഒന്ന് കൂവിയാൽ ഓപ്പോസിറ്റ് നിന്ന് എക്കോ കേൾക്കാമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഇത് എക്കോ പോയിന്റ് ആണെന്നാണ് ആ മോളിലുള്ള ചേട്ടൻ പറഞ്ഞത്. വിജേട്ടാ ഒന്ന് കൂവി നോക്കിയത് എക്കോ പോയിന്റ്. തിരിച്ചു കേൾക്കുന്നുണ്ടല്ലേ? കേട്ടു. റെഡി, 1 2 3. ഉണ്ട് കേട്ടോ, കേൾക്കുന്നു, തിരിച്ചു കേൾക്കുന്നുണ്ട്. ഉണ്ട്, കേൾക്കുന്നുണ്ട്, തിരിച്ചു കേൾക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ കൂവാനല്ല പറഞ്ഞു, കൂവാനാ പറഞ്ഞിട്ടുള്ളൂ. സൗണ്ട് ഇതൊരു മാതിരി മുട്ടയിടാറായി വരുന്ന പെടക്കോഴി ആദ്യമേ കൂവുന്ന പോലെ ഇരിക്കും. വേണ്ട, വാട്ട് ദയാൽജി. അപ്പം നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇലവീഴ പൂഞ്ചിറയെക്കുറിച്ചുള്ള മിത്തുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടു. അവിടുത്തെ കാഴ്ചകൾ കണ്ടു, വയർലെസ് സ്റ്റേഷൻ കണ്ടു. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 1 ഡേ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും അടിപൊളി സ്ഥലമാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പോകുന്ന കുറച്ച് നടന്ന് കയറി പോകണം. നടക്കാതെ കയറി പോകണമെന്നുണ്ടെങ്കിൽ വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ജീപ്പുണ്ട് നിങ്ങൾക്ക് കയറി പോകാനായിട്ട്. ആ ജീപ്പിൽ കയറി പോകാൻ 500 രൂപയേ ഉള്ളൂ.
8 പേർക്ക് വരെ ആ ജീപ്പിൽ കയറി പോകാം. അവർ തിരിച്ച് മുകളിൽ കൊണ്ടുപോയി കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് നമ്മളെ ഇവിടെ കൊണ്ടുപോയാക്കും. 500 രൂപയേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിലും പോകാം. ഞാൻ പറയുവാണെങ്കിൽ അങ്ങനെ ജീപ്പിന് പോകാതെ നടന്ന് കയറി പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം നടന്ന് കയറി പോകുമ്പോൾ ആ കാഴ്ചകൾ ആസ്വദിച്ച് പോകാമെന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു ഫീല് ഭയങ്കരമാണ്. അപ്പോൾ എന്തായാലും വരിക, കാഴ്ചകൾ കാണുക. ഇപ്പം നമ്മൾ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു കുളമാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ആ പൂഞ്ചിറ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ താഴേക്ക് ആ പൂഞ്ചിറ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഇലവീഴ പൂഞ്ചിറയിലേക്ക് പൂഞ്ചിറ കുളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് വരുന്ന കാര്യം പറയുമ്പോഴല്ലോ, റോഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ റോഡ് അടിപൊളിയായിട്ടാണ് ഇപ്പോൾ ടാർ ചെയ്തിരിക്കുന്നത്. മേലുകാവ് തൊട്ട് ഇങ്ങോട്ട്, നമ്മൾ മേലുകാവ് മറ്റത്തുനിന്നല്ല ഇങ്ങോട്ട് തിരിഞ്ഞു, മേലുകാവ് മറ്റത്തുനിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ തൊട്ടുള്ള റോഡെന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ചെറിയ കട്ടർ പോലും ഇല്ലാതെ മുകളിൽ വരെ, അതായത് ഇലവീഴ പൂഞ്ചിറയിലെ വ്യൂ പോയിന്റിലേക്ക് പോകുന്നിടം വരെ ഉള്ളത് അടിപൊളിയായിട്ടാണ് ടാർ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വരാനായിട്ട് ഇപ്പോൾ എളുപ്പമാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ മൊത്തം പൊളിഞ്ഞ് കിടക്കുമായിരുന്നു, റോഡ് വഴി മൊത്തം പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും അടിപൊളിയാണ്, റോഡ് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കയറി വരാം. ഇത് ഇവിടെ എങ്ങോട്ടാണ് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്? ഇത് ഈ വഴിയാണ് വ്യൂ പോയിന്റ്, അല്ല പൂഞ്ചിറയിലേക്ക് പോകുന്നത്. ചവിട്ടി അതായത് ഇവിടെ ഒരു ബോർഡ് വെക്കണ്ടായിരുന്നു അല്ലേ കയറി പോകാനായിട്ട്? അതെ, ആ കടയിൽ അവിടെ ആർക്കും കാണാൻ മേലാത്ത രീതിയിൽ ഇലവീഴ പൂഞ്ചിറ ചിറ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ബോർഡ്. ഇല്ല, ചിലപ്പോൾ ഇനിയിപ്പോൾ റോഡൊക്കെ പണിതുകൊണ്ട് ബോർഡ് ഇവിടെ വെക്കുമായിരിക്കും. ഇവിടെ ഒരു ബോർഡ് വെക്കണം, കാരണം ഇല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ ഇത്ര ഇങ്ങനെ കിടക്കുന്നിടത്തുണ്ട്. ഇവിടെ ഒന്നൊരു ലാൻഡ് മാർക്ക് എന്ന് പറയാൻ നമുക്ക് അറിയാവുന്നവർക്ക് അറിയാവുന്നല്ലാതെ. അതെ, അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചിട്ടാ ഇപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഈ വഴി തന്നെയാണ് കേട്ടോ. അതെ, അവിടെ കുളത്തിൻ്റെ അറ്റം മൂലമൊക്കെ കാണാം. അമൃത് സരോവർ കുടിവെള്ള പദ്ധതി, ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത്. നല്ലപോലെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇതിൽ നിന്നാണ് മേലുകാവ് ഭാഗത്തേക്കുള്ള ആൾക്കാർക്കുള്ള കുടിവെള്ളം കൊണ്ടുപോകുന്ന 200-ലധികം വീടുകൾക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്ന ഒരു ജലപദ്ധതിയും കൂടിയാണിത്. ജലപദ്ധതിയല്ല, വാട്ടർ ടാങ്ക് എന്ന് പറയാൻ ഒരു അല്ലേ, വാട്ടർ ടാങ്കിൻ്റെ വേറൊരു ജലസംഭരണി, അതാണ് ശരിക്കുള്ള വാക്ക്. ചുറ്റും നിറച്ച് മരങ്ങളാണ്. അതെ, ഇതുണ്ടോ ഇവിടെ മരങ്ങളുണ്ട്, ഇതുണ്ട്. ഈ നിൽക്കുന്നൊക്കെ മരങ്ങളാണ്. അതുണ്ട്, അവിടെ നിൽക്കുന്ന മരങ്ങളാണ്, അതെല്ലാം മരങ്ങളാണ്. നല്ല ഹൈറ്റിലുമാണ്. അതെ, കൃത്യം. പക്ഷേ ഈ പറയുന്ന ഈ പാസേജിൽ പോലും ഒരലയില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഈ കുളത്തിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ശരിക്കും ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് ഇതിനകത്ത് ഇല വീഴുന്നില്ല എന്ന് പറയുന്നതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ വെള്ളത്തിലേക്ക് നോക്കുമ്പം കണ്ട അതിൻ്റെ മുകളിലൊന്നും ഒരില പോലും ആ വെള്ളത്തിൽ കിടപ്പില്ല. അപ്പോൾ ശരിക്കും ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെള്ളം, ഈ പൂഞ്ചിറയിൽ ഇല വീഴുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ എന്ത് പ്യൂറായിട്ടാണ് വെള്ളം കിടക്കുന്നത്. ഒരില പോലും ആ വെള്ളത്തിൽ കാണാനില്ല എന്നുള്ളതാണ്. ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഇതായാലും ശരിക്കും ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത് അതിൻ്റെ ഐതിഹ്യം എന്നാന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ? സാറേ, നമ്മൾ ഇപ്പം 2-3 കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഏതാ സത്യം നമുക്കറിയില്ല. ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടെ പണ്ടൊരു മരം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്നല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു മിത്തിൻ്റെ കാലഘട്ടത്തിൽ മരം ഉണ്ടായിരുന്നു. ആ മരത്തിൽ നിറച്ച് ഇലകളും പൂക്കളും ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ കാറ്റിൻ്റെയൊക്കെ ശക്തി കൊണ്ടാണെന്ന് അറിയത്തില്ല, ഇല കാറ്റത്തടിച്ച് പോവുകയും ഇതിൽ പൂ മാത്രം വീഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞതാണ് ഈ നാട്ടിലുള്ളവർ പറയുന്നൊരു കാര്യം. പിന്നെ കേട്ടിരിക്കുന്നൊരു കാര്യം, അത് കുറച്ച് സയൻറ്റിഫിക്കായിട്ടാണ് പറയുന്നത്. കാര്യം ഇവിടെ എപ്പോഴും കാറ്റുള്ള സ്ഥലമായതുകൊണ്ട് ഇല ഇതിനകത്ത് വീഴില്ല, അങ്ങ് നീങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് ഇതിന് ഇല വീഴാത്തൊരു ചിറയായിട്ടാണ് പറയുന്നതാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് നമ്മുടെ ദ്രൗപദിയുടെ കുന്തിയുടെയൊക്കെ കാലഘട്ടത്തിൽ, അവർ പാണ്ഡവരുടെ കാലഘട്ടത്തിൽ അവർ കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ, അന്നിത് തുറസായ സ്ഥലമാണ്, ഈ ഒരു കുളവും തുറസായ സ്ഥലമായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്ന പോലെ മൃഗങ്ങളും അന്നത്തെ കാലത്തെ ആൾക്കാരും ഒക്കെ ഈ കുളിക്കുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് പിന്നെ തോന്നിയ സമയത്ത് ഇന്ദ്രനോട് പറയുകയും ഇന്ദ്രൻ 5 മലകൾ ഇതിന് ചുറ്റും സൃഷ്ടിച്ച് ഒരു സംരക്ഷിത കവചം ഉണ്ടാക്കി. അതുകൊണ്ട് ഇതിനകത്ത് ഇലയടക്കം ഒന്നും വീഴുന്നില്ല. അങ്ങനെയാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നിൽക്കുന്നത് ഒരു മാവാണ്, ഒരു വലിയ മരമാണ്. അത് കറക്റ്റ് നിൽക്കുന്നത് ഏതാണ്ട് കുളത്തിലേക്കാണ് അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് പോലും അതിൻ്റെ ചുവട്ടിൽ ഞാനിപ്പോൾ പോയി നോക്കിയിട്ട് ഒരു വലുത് കണ്ടിട്ടില്ല. ശരി, ഇല വീണ് താന്നു പോയതാണെങ്കിലും ഒരിലയെങ്കിലും അവിടെ വീണ് കിടക്കേണ്ടതുണ്ട്. അത് വലിയൊരു മരമാണ്. അപ്പോൾ മിനിമം ഒരു 3-4 ഇലയെങ്കിലും ഒരേ സമയത്ത് അവിടെ കാണാം. രണ്ടാമത്തെ കാര്യം, ഈ കാറ്റിനെ കുറിച്ച് പറയുമ്പോഴും ഈ മലയൊക്കെ നിൽക്കുമ്പം എങ്ങനെ ഒരു കാറ്റ് വരുന്നു എന്നുള്ളത് പോലും നമുക്ക് സംശയമുണ്ട്. പക്ഷേ എന്നാലും ഇതിനകത്തൊരു ഇലയില്ല. അതാണ് ഇലവീഴ പൂഞ്ചിറ. ഇപ്പം എന്നാ ക്ലീനായിട്ടാണ് നിൽക്കും, ഒരില പോലും നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
അവിടെ മലകളാണ്, ഇതിന് ചുറ്റും മലകളാണ്. അവിടെ ആ ഒരു സൈഡിൽ മാത്രമേ മലയില്ലാത്തുള്ളൂ, ബാക്കി എല്ലാ സൈഡിലും മലയുണ്ട്. എന്തായാലും ഇലവീഴ പൂഞ്ചിറ ഇന്നും ഒരു മിത്തായിട്ട് ഇങ്ങനെ തുടരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇലവീഴ പൂഞ്ചിറയുടെ വീഡിയോ ആയിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.